ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെബ് സർവീസസ് ആൻഡ് ക്ലയൻറ്റ് സെർവർ ബ്രൗസർ സെർവർ ടെക്നോളജി. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്വിക്കായിട്ടൊരു ബ്രീഫ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെബ് സർവീസസും ക്ലയൻറ്റ് സെർവർ ടെക്നോളജി എന്ന് പറയുന്നതും വളരെ കോറിലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. സോ നമുക്ക് ഇപ്പം വെബ് സർവീസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള കോമ്പണൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം വെബ് സർവീസസ് എന്താണ് ചെയ്യുന്നത്, പല സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പം വെബ് സർവീസസിനെ എല്ലാത്തിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യാനുസൃതം പ്രൊവൈഡ് ചെയ്യുക, റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സർവീസസും ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വെബ് സർവീസസിൻ്റെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നീഡ്സിനനുസരിച്ച് എവിടെയെങ്കിലും മെയിൻ്റനൻസ് വേണം എന്നുണ്ടെങ്കിൽ അല്ല ഏതെങ്കിലും കോമ്പോണൻറ്റിനെ നമുക്ക് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വേർഷൻസ് ഇറക്കാനായിട്ട് സാധിക്കും. സോ അത് നമുക്ക് ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് പോലത്തെ കാര്യമാണ്. അപ്പം ഇവിടെ നമുക്ക് ഇപ്പം ഡിപ്ലോയ്മെൻറ്റിൽ മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ ഒരു വെബ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് XML-ലോ WSDL-ലോ നമുക്ക് എഴുതാം, ഈ ലാംഗ്വേജസിൽ നമുക്ക് എഴുതാം. അപ്പം XML-ൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചറലി എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ സെമാൻറ്റിക്കലി ഇൻ്റലിജിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് ബോത്ത് ഹ്യൂമൻസ് ആൻഡ് മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതാണ് ഈ ഒരു XML-ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്, XML യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻസിനെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഓപ്പറേഷൻസ് മെസ്സേജും ഒക്കെ അബ്സ്ട്രാക്റ്റ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്പെസിഫിക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസുമായിട്ട് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനുമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷനെ പോസിബിൾ ആക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേഷൻസോ മെസ്സേജസോ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ നേരത്തെ വെബ് സർവീസസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് HTML ആൻഡ് HTTP പ്രോട്ടോകോൾ. HTTP പ്രോട്ടോക്കോളും HTML ഫയൽസും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജസ് അയക്കാൻ പറ്റുന്നതാണ് SOAP ആൻഡ് ഈ XML യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ഇത്രയും നമ്മൾ പറയുന്നത് എന്താണ്, ടെക്നോളജീസ്, നമ്മൾ ഈ വെബ് സർവീസസ് യൂസ് ചെയ്ത ടെക്നോളജീസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ XML-ൻ്റെ കാര്യം പറഞ്ഞു, ഓപ്പറേഷൻസും മെസ്സേജസും അബ്സ്ട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്കായിട്ട് അറ്റാച്ച് ചെയ്താൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. HTTP പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സോപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെക്നോളജീസാണ്, റൈറ്റ്. ഇനി നമ്മളുടെ പണ്ടത്തെ ബ്രൗസർ മോഡൽസ് എടുക്കാം, സെർവർ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലും സെർവർ സെൻട്രിക്കാണ്. അതായത് ഇപ്പം വളരെ ഒരു ഡം ടെർമിനൽ വെക്കുന്നു, ഓക്കെ, ഒരു ഡം ടെർമിനൽ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിപ്പം എൻ്റെ സെർവറിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ സെർവറാണ് ഇവിടെ മെജോറിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ റെസ്പോൺസ് റെഡിയാക്കുക. ഈ ഒരു റെസ്പോൺസ് ഞാൻ തിരിച്ച് എൻ്റെ ഡം ടെർമിനലിൽ കൊടുക്കുക. അപ്പോൾ ഡം ടെർമിനൽ എന്തെയും വെറും ഡിസ്പ്ലേ ചെയ്യും. എന്നാൽ ഇപ്പോൾ അതല്ല കാര്യം. നമ്മൾക്കിവിടെ ഇപ്പോൾ UI ഉണ്ട്. UI ഉള്ളപ്പോഴത്തേനും നമ്മൾക്ക് യൂസറിൻ്റെ ഇൻട്രാക്ഷൻ കൂട്ടാനും യൂസറിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കണക്ഷൻ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ഓവർകം എനി കൈൻഡ് ഓഫ് ഇൻ്റർഫറൻസ്. അപ്പം അത്രയാണ് നമ്മളുടെ ഇനീഷ്യൽ ടെക്നോളജീസിനെ പറ്റി പറയുന്നത്. സെർവർ ടെക്നോളജിയാണ് നമ്മളിവിടെ മെയിനായിട്ട് എംഫസൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ലാംഗ്വേജസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സെർവർ ടെക്നോളജി ഇൻ വെബ് ആപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെയാണ്. സോ ഇവിടെ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെന്നോ അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പോയിൻറ്റ്സ് ലെൻഡിൻ ചെയ്ത് എഴുതാവുന്നതാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും വെബ് ആപ്ലിക്കേഷൻസും ഉണ്ട്. സോ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്തിനെയാണ് പറയുന്നത്, ഇൻ്റർനെറ്റിൽ റൺ ചെയ്യുന്നതിന്. നമ്മൾക്ക് ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞ് നമ്മൾ കൂടുതലും വെബ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൾക്കാർ കൂടുതലും വെബ് ആപ്ലിക്കേഷൻസ് ആണ് ഡിസൈൻ ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷനെ നമ്മുടെ ക്ലയൻറ്റും സെർവറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് LAN യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു PC യിൽ നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ സെൻസിബിളായിട്ടാണ് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം വെബ്സൈറ്റ്സിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്.
ഇവിടെ അപ്പം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് യൂസർ ഇൻട്രാക്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ യൂസറിൻ്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുമ്പോഴത്തേനും വെബ് ആപ്ലിക്കേഷൻ അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ഈ ഒരു വെബ് ആപ്ലിക്കേഷനെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുമായിട്ട് ഈക്വൽ ആക്കാനോ അല്ലെങ്കിൽ ബെറ്റർ ആക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മുടെ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സ് എന്താണ് ചെയ്യുന്നത്? അതൊരു തിൻ ക്ലൈൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫങ്ഷനാലിറ്റീസ് ഒരുപാടുണ്ടോ? ഇല്ല. എന്താണ് നമ്മളൊരു തിൻ ക്ലൈൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഫങ്ഷനാലിറ്റീസ് ലിമിറ്റഡ് ആണ്, എന്നാൽ നെസസറി ഫങ്ഷനാലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ തിൻ ക്ലൈൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേനും നമുക്ക് വളരെ ലിറ്റിൽ പ്രോസസ്സിങ് ആവശ്യമുള്ളൂ. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ യൂസറിൽ നിന്നും റിക്വസ്റ്റ് എടുത്ത് ആ ഒരു റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ആപ്ലിക്കേഷൻ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ, അത് ഇമെയിൽസ് എന്നൊക്കെ പറയുന്നത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഹോട്ട്മെയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിലോ, അപ്പം ഇവിടെ യൂസർ ഇൻട്രാക്ഷൻ കൂട്ടുന്നതിൽ നിന്നും യൂസറിൻ്റെ എന്താണ് പറയുന്നത്, യൂസറുമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, കൂടുതലും യൂസേഴ്സ് വെബ് ആപ്ലിക്കേഷനെ പ്രിഫർ ചെയ്യാൻ വേണ്ടി ആ രീതിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി വെബ് ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂഷ്വലി ജനറേറ്റ് ചെയ്യുന്നത് വെബ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ്. അതിന് നമുക്ക് HTML XHTML യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു വെബ് ആപ്ലിക്കേഷനെ നമ്മൾ യൂസറിലോട്ട് എത്തിക്കുന്നത് HTTP പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു വെബ് പേജസ് ഒക്കെയാണ് നമ്മൾക്കൊരു വെബ്സൈറ്റായിട്ട് നമ്മളുടെ മുന്നിൽ വരുന്നത്. എഗെയിൻ സ്റ്റാറ്റിക്കും ഡൈനാമിക് വെബ് പേജസ് ഉണ്ട്. ഡൈനാമിക് വെബ് പേജിൽ നമുക്ക് ആൾക്കാരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കാണിക്കുന്നത്. ഇപ്പം എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ. ഇപ്പോൾ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേനും ആ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നടക്കുമ്പോഴത്തേനും അവിടെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൈനാമിക് പേജ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് പോലത്തെ ലാംഗ്വേജസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് വെബ് ഡെവലപ്പേഴ്സ് യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ വെച്ച് പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് റിസംബ്ലൻസ് കൂട്ടാനായിട്ടോ നമ്മൾ അല്ലെങ്കിൽ GUI ബെറ്റർ ആക്കാൻ ഇവർ ശ്രദ്ധിക്കും. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു, സെക്കൻഡ് ജനറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ടേംസിലാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ജനറേഷൻ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഒരുപാട് മൾട്ടിമീഡിയാസോ കാര്യങ്ങളോ ഒന്നും സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം വളരെ റിച്ച് ആയിട്ടുള്ള ഇപ്പം എന്താണ് ഫോട്ടോസോ ഗ്രാഫിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ആനിമേഷനും 3D ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിരുന്നത് അന്ന്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അതായത് ഇപ്പം ആരൊക്കെയാണ് എൻ്റെ ഈ റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്തത്, ആർക്കൊക്കെയാണ് ഇത് ഞാൻ കൊടുത്തത് എന്നീ കാര്യങ്ങളൊന്നും നമ്മൾക്കിവിടെ പ്രോസസ്സ് ചെയ്യുന്നില്ല. HTML സെർവേഴ്സിന് മെമ്മറി ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ DBMS എന്നുള്ള ഒരു സംഭവം ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം HTML ഒരു ഡേറ്റാബേസിൻ്റെ ഒരു മോണിറ്ററിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ റിമെമ്പറിങ്ങും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അത് അത്രയും എഫക്റ്റീവ് ആയിരുന്നില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ബ്രൗസറിൽ നിന്ന് നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമ്മൾ സെർവറിലോട്ട് എത്തുന്നു. ഇപ്പോൾ വെബ് സെർവറിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പേജസ് ഡിസ്പ്ലേയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ആരൊക്കെ ഏതൊക്കെ പേജസോ അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റ എടുത്തു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇവിടെ ഇല്ല. എന്നാൽ സെക്കൻഡ് ജനറേഷൻ വെബ് ആപ്ലിക്കേഷൻ എന്താണ് നടന്നത്? ആപ്ലെറ്റ്സ് വന്നു. ആപ്ലെറ്റ്സ് വരുമ്പോഴത്തേനും ആക്റ്റീവ് ക്ലയൻസിന് ഇവിടെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ആയിട്ട് കണ്ടന്റിനെ അപ്ഡേറ്റ് ചെയ്യാനും DBMS ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാനും, അതായത് ഏത് പേജാണ് ആരാണ് എത്ര നേരമാണ് വിസിറ്റ് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പ്രോപ്പറായിട്ട് സെർവറിൻ്റെ മെജോറിറ്റി കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ യൂസറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരുത്തിക്കാനായിട്ട് സെക്കൻഡ് ജനറേഷനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് SQL DBMS എൻജിൻസ് ആണ്. ഇപ്പം നമുക്കറിയാം SQL അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ക്വരീസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് പല കമ്പനീസ് ഉണ്ട്, അല്ലെ പല ഡേറ്റാബേസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു സംഭവത്തിനെ നമുക്ക് ഇപ്പം ആ ഒരു ക്വാളിറ്റി നമ്മളിവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേനും അതിന് പല രീതിക്കുള്ള ഫങ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റിട്രീവൽ മാത്രമല്ല,
പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴത്തേനും അവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് കമ്പ്യൂട്ടിംഗ് പോലത്തെ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെബ് ബ്രൗസേഴ്സിനെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻ്റർപ്രിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പോയിൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതായിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഫങ്ഷനാലിറ്റി കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. ആപ്ലെറ്റ്സ് ആയിക്കോട്ടെ, അപ്പം അവിടെ നമുക്ക് വെർച്വലി മെമ്മറി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസിനെ ബെറ്റർ ആക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ബാലൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ലിറ്ററലി വാട്ട് ദ നെയിം സജസ്റ്റ് ബാലൻസ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പുതിയ ഇപ്പോൾ ഒരു പുതിയ ഫങ്ഷൻ, ഒരു പുതിയ ഫീച്ചറോ ഒരു പുതിയ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നോഡ്സിലായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. ബേസിക്കലി ലോഡ് ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാലൻസ്ഡ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ടാസ്ക് ഷെയർ ചെയ്യപ്പെടുന്നത് ക്ലയൻറ്റ്, സെർവർ ആൻഡ് ദി അതർ ഡിവൈസസ് കണക്റ്റഡ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ യൂസറിന് എന്താണോ പ്രോസസ്സിങ് റിക്വയർമെൻറ്റ് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ പ്രോസസ്സിങ് പവറിൻ്റെ ഫുൾ യൂട്ടിലൈസേഷനാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ക്ലയൻറ്റിൽ തിൻ സെർവറൊക്കെ യൂസ് ചെയ്യുന്നത്, തിൻ സെർവറില്ല, തിൻ ക്ലയൻറ്റ് ഫാറ്റ് സെർവറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ തിൻ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലയൻറ്റിന് ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള പവർ ഉണ്ടായിട്ട് കൂടി നമ്മൾ സെർവറിൻ്റെ തലയിലോട്ടാണ് കൂടുതൽ കാര്യങ്ങൾ വെക്കുന്നത്. അപ്പം അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ബാലൻസ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. സോ ബാലൻസ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും അത് പ്രോസസ്സിംഗ് ലോഡ് മാത്രമല്ല അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത്, സെർവറിൻ്റെ എൻറ്റയർ റോള് തന്നെ അവരവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് സെർവർ അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്ത് നിൽക്കുന്നൊരു സംഭവമായിട്ടല്ല ഇവരിവിടെ പറയുന്നത്. അതിന് പകരം ഇപ്പം റിച്ച് ക്ലയൻസ് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് യൂസറിൻ്റെ ഡേറ്റ റിട്രീവ് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ആപ്ലെറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളവിടെ ഡെവലപ്പ് ചെയ്ത് വിടുന്നുണ്ട്. സോ ബാലൻസ് കമ്പ്യൂട്ടിംഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെർവറിലുള്ള ഡിമാൻഡ്സിനെ റിഡ്യൂസ് ചെയ്യാനും ക്ലയൻറ്റിൻ്റെ ഭാഗത്തുള്ള പ്രോസസ്സിംഗ് പവറിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് യൂസറിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത്, യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആവും, ഡെവലപ്മെൻറ്റ് ബെറ്റർ ആവും. ഇപ്പം ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഇപ്പം ഡിവൈസസ് എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് അവർക്കുള്ള ഒരു ലിമിറ്റേഷനിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് വൈഡായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പം പല യൂസർ ഇൻ്റർഫേസസ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പല റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സെർവറിൻ്റെ തലയിലോട്ട് എല്ലാ വർക്കും കൊടുക്കാത്തൊരു സംഭവമാണ് നമ്മളുടെ ബാലൻസ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ഇൻറ്റഗ്രേഷൻ യൂസർ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേനും അത് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എഗെയിൻ ഈ ഒരു ബാലൻസ് കമ്പ്യൂട്ടിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സെർവറിനാണ് നമ്മളെ മെജോറിറ്റി വർക്ക് കൊടുക്കുന്നത്. സോ ബേസിക്കലി സെർവറാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത് എന്നുള്ള അവിടെ ആ ഒരു തോട്ട് ഇവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം സെർവർ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡൗൺ ആവത്തില്ല. ബിക്കോസ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മളിപ്പം ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്, ക്ലയൻറ്റ് പ്രൊസസ്സർ പവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡീസെൻട്രലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയും പ്രൈവസിയും പ്രൊട്ടക്റ്റ് ചെയ്യും, അത് ബെറ്റർ ആക്കിയൊക്കെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എക്സ്റ്റേണൽ അറ്റാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു സെർവറിൽ ഇപ്പം അറ്റാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെയും അത് നമ്മളുടെ ഡേറ്റ എഫക്റ്റ് ചെയ്യത്തില്ല. സോ ജസ്റ്റ് ഇമാജിൻ നമുക്കിവിടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ക്ലയൻ്റ് ഉണ്ട്, നമുക്കൊരു സെർവർ ഉണ്ട്. ക്ലയൻറ്റ് സെർവർ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഡേറ്റാബേസ് സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. യൂഷ്വലി എങ്ങനെയാണ് നടക്കുന്നത്, ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ ഡേറ്റാബേസിന് ആക്സസ് ചെയ്യുന്നു, ഡേറ്റ സെർവറിലോട്ട് പോകുന്നു, ക്ലയൻറ്റിലോട്ട് തിരിച്ചു പോകുന്നു. ജസ്റ്റ് ഇമാജിൻ ബാലൻസ് കമ്പ്യൂട്ടിങ്ങിനാവുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ക്ലയൻറ്റ് നേരെ ഡേറ്റാബേസ് സെർവറിലോട്ട് പോവാണ്, ഇൻഫർമേഷൻ ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത്. എല്ലാ ടാസ്കൊന്നും അല്ല, യൂഷ്വലി സെർവറിന് ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് ടാസ്കുകളെയാണ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാലൻസ് കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.